Hello everyone, I'm Akshay and you're watching Mr. Buddy. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് why a plus b whole square is equal to a square plus 2ab plus b square and why a minus b whole square is equal to a square minus 2ab plus b square. So, ഈ ഫോർമുല നിങ്ങളുടെ സ്കൂളിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. So, actually why do we use this formula? എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് എങ്ങനെ വന്നു ഈ ഫോർമുല എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഫോർമുല എങ്ങനെ കിട്ടിയെന്ന് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ പഠിക്കും. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് a plus b whole square is equal to a square plus 2ab plus b square. So let's start. നന്നായി ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു ലൈൻ ഉണ്ട് a which is extended to b. So ഈ ലൈനെ നമ്മൾ എന്ത് പറയും? This whole and said as a plus b. Correct? ഇനി ഇതേ സെയിം ഈ 4 സൈഡ്സിലും this is A and this is B. Same here. This is A and this is B. So in case each side this is A plus B. നിങ്ങൾക്ക് സ്ക്വയറിന്റെ ഏരിയ എന്താണെന്ന് അറിയാം? ഏരിയ ഓഫ് സ്ക്വയർ side into side or side square, right? Rectangle area, length into breadth, അല്ലേ? അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ ആണ് സൈഡ് ഇൻറ്റു സൈഡ് ഓർ സൈഡ് സ്ക്വയർ, റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ഇത് ഓർമ്മ വയ്ക്കാം. ആൻഡ് ദെൻ ഇപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഈ ഔട്ടർ മോസ്റ്റ് സ്ക്വയർ അതിന്റെ ഏരിയ എന്താണ്? സോ ഒരു സൈഡാണ് എ പ്ലസ് ബി, അടുത്ത സൈഡ് എ പ്ലസ് ബി. സോ സ്ക്വയറിന്റെ ഏരിയ a plus b ന്റെ whole square, right? a plus b into a plus b, that is a plus b whole square. ഇനി ഈ സ്ക്വയർ, അതായത് ഈ സ്ക്വയറിന്റെ ഏരിയ, അതായത് ഇതിന്റെ ഒരു സൈഡ് a ഇങ്ങൊരു സൈഡ് b, സോ ഇറ്റ് വിൽ ബി a സ്ക്വയർ. സെയിം ഇതൊരു റെക്ടാങ്കിൾ ആണ്. ഇതിന്റെ ലെങ്ത് a and breadth b, so the area of the rectangle will be l into b, that is ab. and same ഈ സ്ക്വയറിന്റെ ഏരിയ, അതായത് b into b, which is b square, and ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ab, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. So the sum of areas of this square, this rectangle, this square and this rectangle will be equal to a plus b whole square. So simple, a plus b whole square is equal to a square plus ab plus ab plus b square, which is a square plus 2ab plus b square. So a plus b whole square is equal to, means proof. Simple. ഇതാണ് a plus b whole square ഫോർമുല. നമുക്കപ്പോൾ a plus b whole square ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്ന് മനസ്സിലായി. So now let's move on to a minus b whole square. So same in the case, നമ്മൾ ലൈൻ ഡ്രോ ചെയ്യാം, which is a. ഈ ലൈനാണ് a, ഒരു പോയിന്റ് എടുക്കുക and this is b. so ഈ ലൈനിന്റെ ഈ ഭാഗം, അതായത് ഈ ലൈനിന്റെ ഈ സെഗ്മെന്റ് നമ്മൾ എങ്ങനെ എന്ത് പറയാം? a minus b എന്ന് പറയാം, right? because the full line is a, out of which b is being subtracted. so a minus b is equal to this, so we can say this as a minus b, right? so simple. അതേപോലെ നാല് സൈഡിൽ this is b, this is b, this is a minus b, this is a minus b, and see here this is b and this is a minus b, right? അപ്പോൾ ഈ മൊത്ത സൈഡ് എന്താണ്? a. ഈ മൊത്ത സൈഡ് എന്താണ്? a. ഇത് a. so what is the area of square? side square, so which means a square, right? ഇപ്പോ ഈ ചെറിയ സ്ക്വയർ ഇതിന്റെ ഏരിയ എന്താണ്? ഈ സ്ക്വയറിന്റെ ഉള്ളിൽ ഇനി ഒരു സ്ക്വയറില് ഇതിന്റെ ഏരിയ a minus b into a minus b, that is side into side, which is means
a minus b whole square. പിന്നെ ഇതൊരു റെക്ടാംഗിൾ ആണ്. We are considering this wall, ഈ rectangle, ഇതിന്റെ length a and breadth b, so it will be ab, and this wall ഇതിന്റെ length a and breadth b, which is ab, and a small square ഇതിന്റെ area b into b, which is b square. Correct? So a square is equal to, we can say the area of this square is equal to all this adding up. So a square is equal to a minus b square plus this whole ab plus this whole ab. ബട്ട് നമ്മളൊരു കാര്യം നോട്ടീസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഈ സെഗ്മെന്റ്, അതായത് ഈ പാർട്ട് രണ്ട് റേഷ്യോ എടുത്തു. അതായത് ഈ റെക്ടാംഗിളിലും ഇത് ഇൻക്ലൂഡഡ് ആണ്, ഈ റെക്ടാംഗിളിലും ഇൻക്ലൂഡഡ് ആണ്. ബട്ട് വി വോണ്ട് ഓൺലി വൺസ്, സോ വി ആർ ഗോയിങ് ടു സബ്ട്രാക്ട് ദിസ് വൺസ്. കാരണം നമുക്കിത് ഒരിക്കലും ആവശ്യമുള്ളൂ. നമ്മൾ രണ്ട് റേഷ്യോ എടുത്തു, ഇതിലും ഇത് കാൽക്കുലേറ്റ് ചെയ്തു, ഇതിലും ഇത് കാൽക്കുലേറ്റ് ചെയ്തു. സോ വി ആർ ഗോയിങ് ടു സബ്ട്രാക്ട് ദിസ് വൺസ്. സോ നമ്മൾ ഇത് ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ആസ് യു കൻ സി, സോ വി കൻ സേ ദിസ് ആസ് a minus b whole square plus 2ab minus b square. Correct? So അതിനുശേഷം which is a square, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ സൈഡിലുള്ള ഈ 2ab and minus b സ്ക്വയറിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. സോ അതിന്റെ സൈൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും. സോ സിമ്പിൾ, a square minus, it is positive, when it will go from here to here it will become negative. 2ab, and it is negative, when it will go from here to here it will become positive. So it will become plus b square is equal to a minus b whole square. So simple, a minus b whole square is equal to a square minus 2ab plus b square. I hope നിങ്ങൾക്ക് a plus b whole square ന്റെ ഫോർമുല and a minus b whole square ന്റെ ഫോർമുല ഒക്കെ എങ്ങനെ ഡിറൈവ് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. And you can do it yourself. And നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യണമെങ്കിൽ you can pause the video and note it. Thanks for watching. Don't forget to hit the like and subscribe button. Till the next video, take care and bye. Jai Hind.